ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. കോവിഡ് സമയത്ത് സാമ്പത്തിക പ്രതിസന്ധി എല്ലാ ക്ലബ്ബുകളെയും പിടികൂടിയിരുന്നു. പക്ഷേ ഏറ്റവും രൂക്ഷമായ രീതിയിൽ അത് ബാധിച്ചത് സ്പാനിഷ് വമ്പന്മാരായ FC ബാഴ്സലോണയായിരുന്നു. സാമ്പത്തിക പ്രതിസന്ധി അവരെ വല്ലാതെ അലട്ടിയിരുന്നു. ഇപ്പോഴാണ് അതിൽ നിന്നും അവർ കരകയറിയിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് പ്രമുഖ സ്പാനിഷ് മാധ്യമമായ സ്പോർട്ട് പുറത്തുവിട്ടിട്ടുണ്ട്. ആ സമയത്ത് ഉണ്ടായിരുന്ന കടങ്ങൾ എല്ലാം തന്നെ ഇപ്പോൾ FC ബാഴ്സലോണ വീട്ടി തീർത്തിട്ടുണ്ട് എന്നുള്ളതാണ്. മെസ്സി ഉൾപ്പെടെയുള്ളവരുടെ കടം ഇപ്പോൾ FC ബാഴ്സലോണ വീട്ടിയിട്ടുണ്ട്. അതായത് കോവിഡ് സമയത്ത് താരങ്ങളുടെ എല്ലാം സാലറി ബാഴ്സ വെട്ടിക്കുറച്ചിരുന്നു. 2020 സ്ക്വാഡിൽ ഉണ്ടായിരുന്ന പലർക്കും ബാഴ്സ സാലറി നൽകാനുണ്ടായിരുന്നു. ആ കടമാണ് ഇപ്പോൾ ക്ലബ്ബ് വീട്ടിയിട്ടുള്ളത്. ആകെ 121 മില്യൺ യൂറോയായിരുന്നു ബാഴ്സ നൽകാൻ ഉണ്ടായിരുന്നത്. 8 ഇൻസ്റ്റാൾമെന്റുകളായിക്കൊണ്ടാണ് ബാഴ്സ ഈ തുക താരങ്ങൾക്ക് ഇപ്പോൾ നൽകിയിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ കടമുണ്ടായിരുന്നത് മറ്റാർക്കുമല്ല, ലയണൽ മെസ്സിക്ക് തന്നെയായിരുന്നു. ആകെ 47.6 മില്യൺ യൂറോയായിരുന്നു മെസ്സിക്ക് ബാഴ്സ നൽകാനുണ്ടായിരുന്നത്. ഇന്നത്തോടു കൂടി അത് പൂർത്തിയാവുകയാണ്. അത് ഇപ്പോൾ ക്ലബ്ബ് അടച്ചു തീർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അന്നത്തെ പരിശീലകനായിരുന്ന റൊണാൾഡോ കൂമാന് 6 മില്യൺ യൂറോ ക്ലബ്ബ് നൽകാനുണ്ടായിരുന്നു. അതും ഇപ്പോൾ ക്ലബ്ബ് വീട്ടിയിട്ടുണ്ട്. ഇനി ഫിലിപ്പെ കൂട്ടിഞ്ഞോക്ക് നൽകാനുണ്ടായിരുന്ന തുക നൽകിയിട്ടുണ്ട്. അത് എത്രയാണ് എന്നുള്ളത് വ്യക്തമായിട്ടില്ല. സാമുവൽ ഉംറ്റിറ്റിക്ക് 9.9 മില്യൺ യൂറോ നൽകാനുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഡെംബലക്ക് 5.1 മില്യൺ യൂറോ, പ്യാനിക്കിന് 5.1 മില്യൺ യൂറോ, സെർജി റോബർട്ടോക്ക് 4.8 മില്യൺ യൂറോ, നെറ്റോക്ക് 2.5 മില്യൺ യൂറോ, സെർജിനോ ഡെസ്റ്റിന് 1.3 മില്യൺ യൂറോ, ബ്രൈറ്റ് വൈറ്റിന് 1.2 മില്യൺ യൂറോ, ജൂനിയർ ഫുർപ്പോക്ക് 1.1 മില്യൺ യൂറോ. ഈ തുകയെല്ലാം FC ബാഴ്സലോണ ഇപ്പോൾ അതാത് താരങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ അലേന, മാത്യൂസ് ഫെർണാണ്ടസ്, പെഡ്രി, ട്രിൻകാവോ, അൻസു ഫാറ്റി, റൊണാൾഡോ അരോഹോ, റിക്കി പുജ് ഇവർക്കെല്ലാവർക്കും തന്നെ 1 മില്യൺ യൂറോയിൽ താഴെയുള്ള സംഖ്യകളായിരുന്നു നൽകാൻ ഉണ്ടായിരുന്നത്. അതെല്ലാം ഇപ്പോൾ ക്ലബ്ബ് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഏതായാലും ഇത് ബാഴ്സയെ സംബന്ധിച്ചിടത്തോളം ആശ്വാസം നൽകുന്ന കാര്യമാണ്. ലാപ്പോർട്ട വന്നതിന് ശേഷം സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്നും കരകയറാൻ ഇപ്പോൾ ക്ലബിന് കഴിഞ്ഞിട്ടുണ്ട്. നല്ല ഒരു ലാഭത്തിൽ തന്നെയാണ് ഇപ്പോൾ ബാഴ്സലോണ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.